കണ്ണൂരിൽ തെരുവുനായ ആക്രമണം. പുതിയ സ്റ്റാൻഡിന് സമീപമാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. 30-ലേറെ പേർക്ക് നായയുടെ കടിയേറ്റു. പരിക്കേറ്റവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബാങ്കിൽ പോന്നായിരുന്നു. അപ്പൊ അവിടെ അപ്പൊ പോകുമ്പോ അത് നായ കടിച്ചു, ബാക്കിൽ വന്നിട്ട് കടിച്ചതാണ്. അപ്പൊ അവിടെ വീണു. പെട്ടെന്ന് ആർക്കും ഓടി വരാൻ പറ്റുന്നില്ല, കാരണം അതിനെ പേടിച്ചിട്ട്. ഞാൻ ഒച്ച വെച്ചാൽ അത് ഓടിപ്പോയി. അപ്പൊ എല്ലാരും വന്നത് കാലില് കടിച്ചു. ഇത് ഞാൻ കൊറിയർ കൊടുക്കാൻ വേണ്ടി പോയതാ. കൊറിയറിന്റെ പണി എടുക്കുന്നുണ്ട്, കൊണ്ടു കൊടുക്കാൻ. അപ്പോ കൃഷ്ണ ജ്വല്ലേഴ്സിന്റെ മുമ്പില് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ ഒരു ഓഫീസുണ്ട്. അവിടെ പോയി എന്നിട്ട് ഇറങ്ങി റോഡിലൂടെ കൃഷ്ണ ജ്വല്ലേഴ്സിന്റെ മുമ്പിലൂടെ KSMP അങ്ങേക്ക് പോവാൻ വേണ്ടിയിട്ട് വരുന്ന അന്നേരമാണ് ഈ വീട്ടിന്റെ അടുക്കുന്ന് ഓടി വന്ന് വീട്ടിന്റെ ആ ഭാഗത്തുനിന്ന് ഗേറ്റും കടന്നിട്ട് വന്ന് എന്നെ കടിച്ചു. അപ്പൊ എന്റെ കയ്യിൽ കുട ഞാൻ തുറന്ന് പിടിച്ചിന്. ഇതിനെ കൊണ്ട് കുത്തിയിട്ടെന്നവണ്ട് പിടിച്ചു കറച്ച്. എന്നാ പറയേണ്ടത്, ദുരിതം തന്നെ ആകപ്പോ. ഞാൻ കണ്ണൂര് ജോലിന്റെ ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നാണ് പട്ടി കടിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, പുറകിലൂടെ വന്നിട്ടാണ് കടിച്ചത്. കടിച്ചപ്പോൾ പാൻറ്റിന് കടിച്ച് അതിനകത്ത് അതുപോലെ കാലിന്റെ ഭാഗത്താണ് കടിയേറ്റിലുള്ളത്. ഇവിടെ വന്ന് ഇവിടുന്ന് വാക്സിൻ എടുത്തു. 1 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, പട്ടി വരുന്ന കണ്ടിട്ടില്ല, പുറകിലൂടെ വന്നിട്ടാണ് കടിച്ചത്. 30 പേർക്ക് നായയുടെ കടിയേറ്റു എന്നുള്ളതാണ്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, ഈ 30 പേരുടെയും ഇപ്പോൾ ചിലരൊക്കെ നമ്മൾ കണ്ടു, ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. ഈ അവസ്ഥയാണോ? ഈ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചതിന് ശേഷം ഗുരുതരമായി കടിയേറ്റ ആരെങ്കിലും ഉണ്ടോ? ഈ നായയെ പിടികൂടാനായിട്ടുണ്ടോ? ബാക്കി കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ടല്ലോ. 30 പേർക്ക് ഇപ്പോൾ തെരുവുനായുടെ കടിയേറ്റു. രാവിലെ 11 മണിയോട് കൂടിയാണ് ആദ്യമായി ഒരാൾക്ക് കടിയേൽക്കുന്നത്. ഈ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഒരാൾക്ക് കടിയേറ്റു. പിന്നീട് ബാങ്ക് റോഡിലും സമീപത്തുമായാണ് ശേഷിക്കുന്ന ആളുകൾക്കൊക്കെ തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. കാലിനും കൈക്കും ഒക്കെ തന്നെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ എല്ലാവരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വാക്സിൻ അടക്കം നൽകിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്കാർക്കും ഇല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും അടക്കം എല്ലാവരെയും ഈ തെരുവുനായ ആക്രമിച്ചിട്ടുണ്ട്. തെരുവുനായെ സംബന്ധിച്ച് ഇപ്പോൾ തെരുവുനായെ പിടികൂടാനുള്ള ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ നായയാണ് ഇത്രയും പേരെ കടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പേവിഷബാധയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകേണ്ടതുള്ളൂ. ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നായയെ കണ്ടെത്താൻ, അതിനെ പിടികൂടാനുള്ള ശ്രമം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട്.